പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള പല ആളുകളും പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. മൂല്യങ്ങളിൽ അധിഷ്ഠിതമല്ലാതെ ജീവിക്കുക, ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി, വളരെ നിസ്വാർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ വലിയ തെറ്റുകൾ വരുത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് വേദം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സഹോദരീ സഹോദരന്മാർ തമ്മിൽ പരസ്പരം ദേഷിക്കാതിരിക്കട്ടെ, മൂല്യങ്ങളിൽ അധിഷ്ഠിതരായി ഏവരും സ്നേഹത്തിലും സഹകരണത്തിലും ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ സഹകരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സി ദാറ്റ്സ് ഇറ്റ്. സഹകരണം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഈ കണ്ണട എടുത്തില്ലേ, അതുപോലെയാണ്. സഹകരിക്കുക എന്ന് പറഞ്ഞാൽ ആ സഹകരണമാണ്. എന്നെ കാണാനും എൻ്റെ കണ്ണിലേക്ക് അടിക്കുന്ന ലൈറ്റിനെ തടയാനും എൻ്റെ കണ്ണിനെ സംരക്ഷിക്കാനും കഴിയുന്ന സഹകരണമാണ് കണ്ണടയ്ക്കുള്ളത്. അതുപോലെയാണ് പരസ്പരം ഭദ്രമായ വാക്കുകൾ പറയട്ടെ. ഇപ്പോൾ നമ്മളുടെ കുട്ടികൾ തമ്മിൽ പരസ്പരം നല്ല വാക്ക് പറയണം. നീ ഇങ്ങനെ പറയരുത്, എടാ പോടാ വാടാ തെണ്ടി തുടങ്ങിയ വാക്കുകൾ പറയുന്നത് ഞാൻ എത്രയോ കേട്ടിട്ടുണ്ട്. കുട്ടിക്കാലത്ത് അത് കേൾക്കുന്ന സമയത്ത് നീ ഇതൊക്കെ പറയാനായോ എന്ന് പറഞ്ഞ് അടിക്കാതെ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച്, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഇതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ ഒരിക്കലും എത്ര സ്നേഹമുണ്ടെങ്കിലും ശരി പരസ്പരം ബഹുമാനിക്കാതിരിക്കരുത്. നീ പരസ്പരം ബഹുമാനിക്കാതെ സംസാരിക്കുമ്പോൾ തിരിച്ചും ബഹുമാനം കിട്ടില്ല. കുട്ടികളോട് പോലും നമ്മൾ ബഹുമാനത്തോടുകൂടി പരസ്പരം സംസാരിക്കണം. അവർക്ക് ആ കറേജ് ഉണ്ടായി വരണം, അവരുടെ ഉള്ളിൽ ഒരു ധൈര്യം ഉണ്ടാവണ്ടേ. ആ ധൈര്യം ഉണ്ടാവണമെങ്കിൽ അവർക്ക് എങ്ങനെ നമ്മളോട് പെരുമാറണം. പലപ്പോഴും ഇന്ത്യയിലെ കുട്ടികൾ, ഭാരതത്തിലെ കുട്ടികൾ, പ്രത്യേകിച്ച് കേരളത്തിലെ കുട്ടികൾ പലപ്പോഴും ആളുകളോട് ധൈര്യത്തോടെ സംസാരിക്കാത്തവരാണ്. ഒരു കുണുങ്ങി കളിക്കുന്ന ആളുകളാണ്. പലപ്പോഴും ചോദിച്ചാൽ ഉത്തരം പറയില്ല, നാണം കുണുങ്ങികളായി നിൽക്കുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് അത്തരത്തിൽ പെരുമാറാനുള്ള ഒരു ആർജവം ഉണ്ടാകുന്നില്ല എന്നതാണ്. കുട്ടികൾ തമ്മിൽ പരസ്പരം ഭദ്രമായ വാക്കുകൾ പറയണം. ഒന്ന്, സഹോദരീ സഹോദരന്മാരുടെ പരസ്പര പ്രേമം ഉണ്ടാവണം എന്ന കാര്യമാണ്. രണ്ടാമത്, അത് എന്തായി വേണമെന്നുള്ളതാണ്. സഹകരണത്തിൽ ഉണ്ടാവണമെങ്കിൽ മൂല്യത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അപ്പോൾ മൂല്യത്തിൽ അധിഷ്ഠിതമാവണമെങ്കിൽ കുട്ടിക്കാലത്തെ അവരോട് നല്ല ഭദ്രത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ? ഭദ്രമായിരിക്കുക. പണം എൻ്റെ കയ്യിൽ ഭദ്രമാണ്, സ്വർണം എൻ്റെ അടുത്ത് ഭദ്രമാണ്, നമ്മൾ വാക്ക് ഉപയോഗിക്കുന്ന വാക്കാണ്. പക്ഷേ വാക്കുകൾ ഭദ്രമാണ് എന്ന് പറയാറില്ല. നമ്മൾ പറയാറില്ല. എന്തുകൊണ്ടാണ്? നമ്മളെ മലയാള ഭാഷയിൽ നിന്ന് ആ ഒരു സംസ്കാരം വിട്ടുപോയതുകൊണ്ട്. ഭദ്രമായ വാക്കുകൾ പറയട്ടെ, ഞാൻ നല്ല വാക്ക് പറയട്ടെ, എൻ്റെ വാക്കുകൾ ഭദ്രമായിരിക്കണം. അപ്പോൾ വാക്കുകൾ ഭദ്രമായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുന്നതാവുക, മൂല്യമറിഞ്ഞുപയോഗിക്കുന്നവരായി തീരുക, അങ്ങനെ മൂല്യാധിഷ്ഠിതമായി തീരുക. സ്വർണത്തിന് മൂല്യമുണ്ട്, അതുകൊണ്ടാണ് അത് ഭദ്രമായി വെക്കുന്നത്. പണം ഭദ്രമായി വെക്കുന്നത് മൂല്യമുള്ളത് കൊണ്ടാണ്. ആധാരങ്ങൾ, നമ്മുടെ സ്ഥലത്തിൻ്റെ ആധാരം, ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഭദ്രമായി വയ്ക്കും. പല ഫയലുകളും ഭദ്രമായി വയ്ക്കും. പക്ഷെ വാക്കുകൾ, കാരണം വാക്കുകളിലാണ് ഇരിക്കുന്നത്. ആ ഭദ്രമായ വാക്കുകൾ പറയട്ടെ എന്ന വാക്കിനർത്ഥം നിങ്ങളുടെ സഹോദരീ സഹോദരന്മാർ തമ്മിൽ നല്ല വാക്കുകൾ പറയുന്നവരായിരിക്കണം, ഭദ്രമായത് പറയുന്നവരായിരിക്കണം. ഇങ്ങനെ അല്ലാതെ കണ്ടാൽ അത് തിരുത്തണം. അങ്ങനെ പറയരുത്, നീ നിൻ്റെ ചേട്ടനോട് അങ്ങനെ പറയരുത്, നിൻ്റെ അനിയത്തിയോട് അങ്ങനെ പറയരുത്, നിൻ്റെ ചേച്ചിയോട് അങ്ങനെ പറയരുത്. അപ്പോൾ ഇങ്ങനെ സഹോദരന്മാർ തമ്മിൽ വിദ്വേഷമില്ലാതിരിക്കണമെങ്കിൽ അതിലും മാതാപിതാക്കൾക്ക് തന്നെയാണ് പ്രധാനപ്പെട്ട പങ്കുള്ളത്. അവരതെന്ത് ചെയ്യേണ്ടതുണ്ട്? പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അനുവ്രതഃ പിതുപുത്രോ. അച്ഛനെ പിന്തുടരുന്ന മകനെ കുറിച്ച് പറഞ്ഞതിന് കാരണം, അമ്മയ്ക്ക് ഇക്കാര്യത്തിൽ റോളൊന്നുമില്ല എന്ന് കരുതരുത്. ശരി, അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ഇതിൽ റോളൊന്നുമില്ല, അച്ഛനെ പിന്തുടരുന്ന മക്കൾ എന്നാണല്ലോ. അമ്മയ്ക്ക് വളരെയേറെ പ്രാധാന്യം പുത്രപരിപാലനത്തിനുണ്ട്. ഇവിടെ നമ്മൾ സംസാരിക്കുന്ന കുടുംബത്തിൻ്റെ ഒരു കാര്യമാണ്. ദിസ് ഈസ് നോട്ട് എ സ്മോൾ തിങ്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇവിടെ പറയുന്ന മന്ത്രത്തിലൊക്കെ വലിയ അർത്ഥമുണ്ട്. പരസ്പരം സ്നേഹത്തോടെ പെരുമാറേണ്ട സഹോദരന്മാരോട് പറയുന്നത് അത് മൂല്യാധിഷ്ഠിതമായിരിക്കണം എന്നുള്ളതും പരസ്പരം സഹകരണത്തോടു കൂടിയുള്ളതായിരിക്കണം എന്നുകൂടിയാണ്. ഹിന്ദുമതത്തിൽ പലപ്പോഴും ഇത് കാണാറില്ല.
സഹകരണം ഉണ്ടാവാറില്ല, മൂല്യാധിഷ്ഠിതവും ഉണ്ടാവാറില്ല. മറ്റൊരാളോട്, അന്യരോട് നമ്മൾ വളരെയേറെ ഉദാരമായ നിലപാടുകൾ എടുക്കുമ്പോഴും സഹോദരന്മാരോടും സഹോദരിമാരോടും അല്പം ഒന്ന് കാർക്കശ്യം വെച്ച് പുലർത്തുന്നവരാണ് നമ്മൾ. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അതിന് അച്ഛനമ്മമാർക്ക് റോളുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് എന്താ റോളില്ലേ എന്ന് ചോദിക്കുന്നവരും ഉണ്ട്, അല്ലേ? അപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് തന്നെയാണ് ഇത് ചെയ്യേണ്ടത്, അല്ലാതെ വേറെ ആരെങ്കിലും വന്ന് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങളുടെ ടീനേജ് കുട്ടികളോട് ഉൾപ്പെടെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മൂല്യാധിഷ്ഠിതമായി സംസാരിക്കണം, നിങ്ങൾ ഭദ്രമായ വാക്കുകൾ പറയണം. അച്ഛനമ്മമാർക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മക്കളോട് തുറന്ന് പറയണം. മക്കളിൽ നിന്ന് ഞാൻ ഇതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം പതുക്കെ മാതാപിതാക്കൾക്ക് മക്കളുടെ ഹൃദയത്തിൽ ഒരു സ്പേസ് ഉണ്ടാവും. ദർ വിൽ ബി എ സ്പേസ്. അപ്പോൾ അതിന് സാധ്യത നമ്മൾ കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അച്ഛനമ്മമാർ കുഞ്ഞുങ്ങളുമായി ഇരുന്ന് സംസാരിക്കുകയും അവരോട് ഭദ്രമായ വാക്കുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുക. അവിടെ നമ്മൾ പറയേണ്ടത് അതാണ്. അതായത് സ്വർണം പോലെ നമ്മൾ ഭൗതിക ലോകത്ത് വിലമതിക്കുന്ന ഒരുപാട് വസ്തുക്കളുണ്ട്. അതുപോലെ തന്നെ മൂല്യമുള്ളത് തന്നെയാണ് വാക്കുകൾ. ആ വാക്കുകളിലാണ് നിൻ്റെ മൂല്യം ഇരിക്കുന്നത്. നീ മറ്റൊരാളോട് സഹകരിക്കുന്നത് എങ്ങനെയാണ് എന്നത് വാക്കുകളിലാണ് ഇരിക്കുന്നത്. നിന്നോട് ആളുകൾ എങ്ങനെ സഹകരിക്കണം എന്നതും വാക്കുകളിലാണ് ഇരിക്കുന്നത്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.